ഇരുമുടി കെട്ടുമായി പടികേറി സ്വാമിയുടെ ബ്രഹ്മചര്യത്തെ ഇളക്കണം. അപ്പോൾ അവരോട് നിങ്ങൾ കുറച്ച് പൈസ തരും. അങ്ങനെ പൈസ തരികയാണെങ്കിൽ എഴുതാം. ഞാൻ ഫയൽ ചെയ്ത 2 കേസുകൾ ലോ ജേണലിൽ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ ഇടണം എന്ന് കമാൻഡ് ചെയ്യേണ്ടി വന്ന് അങ്ങനെ ഞാൻ ഇടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പോലീസുകാരികളിൽ നിന്ന് പോലും എനിക്ക് വേണ്ട സപ്പോർട്ടൊന്നും എനിക്ക് അന്ന് കിട്ടിയിട്ടില്ല. വനിതാ സ്റ്റേഷനിലെ SIനെ ഒരു സാധനം അറിയിക്കാറുമില്ല, തൊടിയിക്കാറുമില്ല. ധാർഷ്ട്യം ശരിക്ക് DYSPമാരും SP മാരും വ്യാപകമായിട്ട് വനിതാ സ്റ്റേഷനിലെ SIനോട് പ്രയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വനിതാ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ആവശ്യമില്ല, അബോളിഷ് ചെയ്ത് പോകണം. ഹൈക്കോടതിയും എനിക്ക് പെർമിഷൻ തന്നില്ല. ആ യാത്ര എന്നെ തുടക്കം മുതൽ തന്നെ എന്നെ തടഞ്ഞു. അതായത് ഞാൻ വൈത്തിരി പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കാൻ വ്യക്തിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുത്തു. പുരുഷന്മാരെല്ലാം മീശ വെക്കണം, മീശയില്ലാത്തൊരു മീശ വരയ്ക്കണം, അങ്ങനെ വെച്ചാൽ പോരും. കോടതി പറഞ്ഞു 40 വർഷമായിട്ട് നിങ്ങൾ ഈ വിഡിത്താണ് ചെയ്തു വരുന്നതാണ്. കൃത്യമായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകളോട് തന്നെ ഉണ്ടായതാണ്. അല്ലെങ്കിൽ പിങ്ക് പോലീസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇപ്പോഴും പോലീസിൽ ബോധ്യമായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നടക്കില്ല സാറേ, അത് നടക്കില്ല. സാർ എന്ത് ചെയ്യണോ? ഇതിനിപ്പോൾ എന്താ സാറേ, ബ്രാഗ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ മതി എന്ന് പറഞ്ഞു. വെള്ള സാരി ഉടുക്കില്ല, ബ്ലൗസ് ഉടുക്കില്ല, ഞാൻ പാൻറ് ഷർട്ട് എൻ്റെ ഡ്രസ്സല്ലാണ്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇടുകയാണ്. ലോഫുൾ അല്ലാതെ, അതായത് ഞാനൊരു പെണ്ണായതുകൊണ്ട് മാത്രം ഞാൻ പാലിക്കണം എന്ന് പറയുന്ന നിയമങ്ങൾ ഒരിക്കലും ഞാൻ പാലിച്ചിട്ടില്ല. വിനയ മാഡം, ഈ പുസ്തകത്തിൻ്റെ പേര് വിനയ ഇടപെടലുകളും തിരുത്തലുകളും. അപ്പോൾ ആ ഇടപെടലുകളും തിരുത്തലുകളും അതൊന്ന് വിശദീകരിച്ച നന്നായിരുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് വിഘാതമായി നിൽക്കുന്നത് എന്താണോ, അപ്പോൾ അത് ലോഫുള്ളാണോ അൺലോഫുള്ളാണോ എന്നുള്ളത് ഞാൻ എന്തായാലും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് ലോഫുൾ അല്ലാതെ, അതായത് ഞാനൊരു പെണ്ണായതുകൊണ്ട് മാത്രം ഞാൻ പാലിക്കണം എന്ന് പറയുന്ന നിയമങ്ങൾ ഒരിക്കലും ഞാൻ പാലിച്ചിട്ടില്ല. അത് പാലിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനൊട്ട് ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ഇതിപ്പോൾ എനിക്കത് പോലീസ് സ്പോർട്സ് മീറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും അത് കൂടുതലായിട്ട് ബന്ധപ്പെട്ടത്. അതിന് മുമ്പും ഉണ്ടാവാം, എൻ്റെ ഓർമ്മയിൽ വരുന്നതാണ്. അതായത് 2001 ഞങ്ങളുടെ ഒരു പോലീസ് സ്പോർട്സ് മീറ്റ് നടത്തുകയാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് പോലീസ് മീറ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും KP, SAP, MSP അങ്ങനെയുള്ള ബറ്റാലിയനുകളിൽ നിന്നൊക്കെ ഉള്ള പോലീസുകാരുടെ മത്സരിക്കാനുണ്ട്. അപ്പം ഞങ്ങളെയും ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ പറഞ്ഞൊരു സാധനമുണ്ട്, എല്ലാവരും ഒരു വെള്ളയും കരുതിയിരിക്കണം, വെള്ള സാരിയും വെള്ള ബ്ലൗസും കരുതിയിരിക്കണം എന്നൊരു ഇൻഫർമേഷൻ ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുക്കൂല എന്ന് ഞാൻ അവിടെ DSP, SP എല്ലാവരും ഉണ്ട്. പിന്നെ അതിന് മുമ്പേ തന്നെ ഞാനിങ്ങനെയുള്ള ചില കാര്യങ്ങൾ എതിർക്കുന്നുണ്ട്. അതെന്താ ഉടുത്താൽ നിങ്ങൾ ഉടുക്കണമെന്ന് എന്നോട് ആരും പറയാൻ വന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഉടുക്കൂല കേട്ടോ, ഞാൻ വെള്ള സാരി ഉടുക്കൂല, ബ്ലൗസ് ഉടുക്കൂല, ഞാൻ പാൻറ് ഷർട്ട് എൻ്റെ ഡ്രസ്സല്ലാണ്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇടുകയാണ്. അപ്പോൾ ഇവർ അവിടുന്ന് വലിയ എന്തൊക്കെയോ മുറുമുറുക്കലൊക്കെ കണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ വനിതാ പോലീസുകാർ, അതായത് പെൺ പോലീസുകാരെല്ലാവരെയും അവർ കൊണ്ടുപോയിരിക്കുന്നത് മറ്റുള്ള ബറ്റാലിയനുകൾ പോലീസ് സ്റ്റേഷനുകൾക്കൊക്കെ മുമ്പിൽ ഇങ്ങനെ പ്ലക്കാർഡ് ബിയറേഴ്സ് ഇങ്ങനെ പ്ലക്കാർഡ് പിടിക്കുന്നവരായിട്ട് മാത്രമാണ്. അത് അവരുടെ റാങ്കോ അതൊന്നും വിഷയമല്ല, അത് പ്ലക്കാർഡ് ബിയറേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും പ്ലക്കാർഡ് പിടിക്കില്ല പറഞ്ഞു. എനിക്ക് പിന്നെ സാരി ഒന്നും എടുക്കാൻ തന്നിട്ടില്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാവരും നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാർച്ച് പാസ്റ്റിന് കയറണം, ഐ ആം എൻ അത്ലറ്റ്, സോ ഐ വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് മാർച്ച് പാസ്റ്റ് എന്ന് ഞാൻ സ്റ്റേണായിട്ട് പറഞ്ഞു. അപ്പം ഇവർ പറഞ്ഞു, തർക്കങ്ങളുണ്ടായി അവിടെ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത്, നിങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനത്തെ വാദങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സൗമിനിയും ജയ എന്ന് പറഞ്ഞ ജയ 2 പോലീസുകാരും ഞങ്ങളും അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ വേറെ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം മാർച്ച് പാസ്റ്റ്, അത് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് ഈ മാച്ച് നടക്കുന്നത്. ഞങ്ങൾ അപ്പോൾ ഇയാൾ, അതായത് ഫൈനൽ ദിവസമുണ്ട്, 6 ദിവസം ട്രെയിനിങ് ആണ്. 5-ാമത്തെ ദിവസം ഇയാൾ നമ്മളെ മാർഷൽ എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ചോദിച്ചു, മെന്നിന് മുഴുവൻ ഇവിടെ സ്ലീവ്ലെസ് ബനിയനാണ് പാൻറ്റിനോടൊപ്പം, നിങ്ങൾക്ക് പറ്റുമോ അതിടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ സാറേ,
ബ്രാ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനായി. അങ്ങനെ ഞാനും സൗമിനിയും ജയും പിന്നെ ഒരു സ്ലീവിൽ അതിലൊരു കറുത്ത ബനിയൻ വാങ്ങി, അതിൻ്റെ മുകളിൽ 2 കളറാണ് ഈ യൂണിഫോം. ആ ബനിയനോട്ട് ഞങ്ങൾ മാർച്ച് പാസ്റ്റ് നടത്താൻ വേണ്ടി കയറി. അപ്പം ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവർക്ക് കാണാത്ത രീതിയിലാക്കണം. അപ്പം ഇവർ ഞങ്ങളെ എന്ത് ചെയ്ത് വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ മിഡിൽ വരും. ഇങ്ങനെയല്ലേ മാർച്ച് പാസ്റ്റിന് നമ്മൾ നിർത്തില്ലേ, അപ്പോൾ ഞങ്ങൾ മിഡിലായി. അപ്പോൾ ആരും കാണില്ലല്ലോ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതോ ഫ്രണ്ട്സ് ആരോ മീഡിയനെ വിളിച്ച് പറഞ്ഞു തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ നിൽക്കുന്നിടത്ത് വന്നു മീഡിയ വന്നിട്ട് ഞങ്ങൾ നടുവെന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. എന്നിട്ട് പിന്നെ പിറ്റേന്ന് പത്രത്തിലൊക്കെ വന്നിരുന്നു ആ ഫോട്ടോ. അങ്ങനെ മാർച്ച് പാസ്റ്റിന് അങ്ങനെയാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയത്. അതിനുശേഷം മാർച്ച് പാസ്റ്റ് പങ്കെടുത്തതിന് ശേഷം ഞങ്ങളടുത്ത് പറഞ്ഞു പിന്നെ പോയിന്റ് കൗണ്ട് ചെയ്യലും സ്കോർ ബോർഡ് ഉണ്ട്. അതായത് ഓരോ പോയിന്റുകൾ ഇത്ര 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 ഇങ്ങനെ ഓരോ. അപ്പോൾ ഈ സ്കോർ ബോർഡിൽ അതായത് ഓരോ ഒരാൾ ഓടിയിട്ട് 5 പോയിന്റ് കിട്ടിയാൽ ഇപ്പോൾ 20 പോയിന്റ് ഉണ്ടെങ്കിൽ +5 25 അങ്ങനെ എഴുതുമല്ലോ. അപ്പോൾ ലേഡീസിൻ്റെ പോയിന്റ് ഞങ്ങൾ വയനാട് ജില്ല ഒക്കെ പിന്നെ കോഴിക്കോട് ജില്ല അങ്ങനെ എല്ലാ ജില്ലകൾക്കും വനിതാ പോലീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വയനാട് ജില്ലയുടെ പോയിന്റ് കുറേ മുന്നിലേക്ക് പോയി. അപ്പം എനിക്ക് ഹൈ ജമ്പിലൊക്കെ ഫസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും വാങ്ങിയതൊക്കെ മുന്നിലേക്ക് പോയി. അത് ഇവരിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കി. പിന്നെ അവിടെ നടക്കുന്നത് ഞങ്ങളുടെ പോയിന്റ് അവിടെ നിന്ന് മാറ്റുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, 2 3 4 അങ്ങനെ 1 2 3 അങ്ങനെ എന്തോ തീയതിയാണ്. അപ്പം മാറ്റിയപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഞങ്ങളുടെ പോയിന്റ് മാറ്റുകയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെ അത് മറ്റേ SIPക്കൊന്നും ലേഡീസ് ഇല്ല, SIP KP MSP ഒന്നും ലേഡീസ് ഇല്ല. നമ്മൾ അതിന് ഞങ്ങളെങ്ങനെ ഉത്തരവാദികളാവുന്നത്? അവിടെ ലേഡീസ് ഇല്ലാത്തതിന് ഇവിടെ ഞങ്ങളെന്ത് പഴിച്ചു എന്നുള്ള നിലയിൽ ചോദിച്ചു. അപ്പോൾ ഇയാൾ പിന്നെ അവിടുത്തെ ഓഫീസർ പറഞ്ഞു നിങ്ങൾ നാളെ പരാതി എഴുത്താ അപ്പോൾ പരിഗണിക്കാവുന്നു. അപ്പോൾ അന്നത്തെ പോട്ടെ. അങ്ങനെ ഞാൻ പിറ്റേന്ന് പരാതി എഴുതി കൊടുത്തു. അപ്പോൾ 3rd ഡേ ആണ് പരാതി എഴുതി കൊടുത്തു. ഞങ്ങളുടെ പോയിന്റ് കൗണ്ട് ചെയ്യണം എന്നിട്ട്. അപ്പം 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം വിചാരിച്ചു 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം പരാതി പിന്നെ കൺസിഡർ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ 3ാമത്തെ ദിവസം 3rd ഡേ ഞാൻ അവിടെ ചെന്ന് സാർ ഞങ്ങളുടെ പോയിന്റ് എന്തുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് വല്ല സമ്മാനവും വാങ്ങിത്തരും, അതും കൊണ്ടങ്ങ് പോയാൽ മതി. IPS ഓഫീസറാണ്. ആ ഒരു വാക്കുണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കുന്ന പെണ്ണുങ്ങൾക്ക്. എനിക്ക് തോന്നുന്ന ഒരു ഓഫീസറായിട്ടല്ല, എനിക്ക് തോന്നുന്ന ഒരു നമ്മളുടെ സാധാരണ കുടുംബങ്ങളിലെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ പെണ്ണുങ്ങൾ ആണുങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. എൻ്റെ അച്ഛൻ്റെ കുടുംബമൊക്കെ അങ്ങനെ തന്നെയാണ്. പെണ്ണുങ്ങൾ ആണുങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് പോരുന്നതൊക്കെ പറയുന്നതാണ് ഞാൻ കേട്ടു വളർന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാറേ നടക്കില്ല സാറേ, അത് നടക്കില്ല. സാർ എന്ത് ചെയ്യടോ? ഞാൻ പറഞ്ഞു നടക്കില്ല സാറേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റ്. അവിടെ മാച്ച് നടക്കുമ്പം ഞാനവിടെ കിടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നതും പിന്നെ ആ പോയിന്റ് കൗണ്ട് ചെയ്യുന്നതും എന്നെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അതിനുശേഷം വനിതാ പോലീസിൻ്റെ പോയിന്റുകൾ മുഴുവൻ കൗണ്ട് ചെയ്യപ്പെട്ടു. ആദ്യം നമ്മൾക്ക് പ്ലക്കാർഡ് ബിയറേഴ്സ് മാത്രം, ഇപ്പോഴും പ്ലക്കാർഡ് ബിയറേഴ്സ് ആയിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇപ്പോഴും പോലീസിൽ ബോധ്യമായിട്ടില്ല. അവരിന്നും സ്ത്രീകളെ ഒരു ആഭരണമായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു ഓഫീസർ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് സൈഡ് എടുത്തിട്ട് ബൊക്കെ പിടിപ്പിക്കുക ഇന്നും വനിതാ പോലീസിനാണ് ഉപയോഗിക്കുന്നത്. അവർ SI അല്ല CI ആയാലും പ്ലക്കാർഡ് ബിയറേഴ്സായിട്ട് ആണുങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വനിതാ പോലീസിനാണ്. അത് SI ആണോ CI ആണെന്നും ഇതില്ല. അപ്പം നമുക്ക് എൻ്റെ ഇടപെടൽ കൊണ്ട് ആ പോയിന്റ് കൗണ്ട് ചെയ്തും പിന്നെ ദീപശിഖ പിടിക്കാനും ഒക്കെ തന്നെ ഇന്ന് സ്ത്രീകളുണ്ട്. സ്ത്രീകൾ ഇന്ന് പ്രൗഡായിട്ട് ഒരു ഭാഗമായിട്ട് മാറി. മുഖ്യമന്ത്രിയുടെ വാഹനം വരെ ഓടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം അല്ലെങ്കിൽ നമ്മൾ പാസിംഗ് ഔട്ട് പരേഡിനുള്ള വാഹനങ്ങൾ ഓടിക്കുന്നു. ഇന്നും മറ്റേ പൈലറ്റായിട്ടൊന്നും സ്ത്രീകൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഏബിൾ അല്ലാത്തതുകൊണ്ടല്ല, സ്ത്രീകളെ വെക്കാൻ ഇവർക്ക് പേടിയായതുകൊണ്ടാണ്. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആംബുലൻസ് ഓടിക്കുന്നവരെ സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നുള്ളതിന് ഒരു പരിധി വരെ എൻ്റെ ഇടപെടൽ കൊണ്ട് ഇപ്പം ഇഷ്ടം പോലെ ഇപ്പം പിന്നെ മറ്റേ എന്താ പറയുക പിങ്ക് പോലീസൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? വെറുതെ ഉണ്ടായതല്ല. അതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകളോട് തന്നെ ഉണ്ടായതാണ്. അല്ലെങ്കിൽ പിങ്ക് പോലീസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പിങ്ക് പോലീസിൻ്റെ. എനിക്കൊന്നും ഓതറൈസേഷൻ ഉണ്ടായിട്ട് പോലും എന്നെയൊന്നും വാഹനം തൊടാൻ സമ്മതിച്ചിരുന്നില്ല, ജീപ്പ് തൊടാൻ സമ്മതിച്ചിരുന്നില്ല. അമ്പലയിൽ പോലീസ് സ്റ്റേഷൻ എനിക്ക് ഓതറൈസേഷൻ എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് ഒട്ടും ജീപ്പ് തരില്ലായിരുന്നു. ഓതറൈസേഷൻ കിട്ടുന്നതിന് മുമ്പ് ഞാൻ മാർക്കറ്റിലൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ജീപ്പിൽ പോയതിന് എനിക്ക് SIൻ്റെ അടുത്ത് വഴക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ GD ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അമ്പലയിൽ പോലീസ് സ്റ്റേഷനിൽ രാവിലെ ചുള്ളിയോടെ മാർക്കറ്റ് ഉണ്ട്, അന്ന് ചന്തയിൽ അടി. അപ്പം ഞാൻ ആ GD ചാർജ് ഒരു 6 മണി ഉണ്ടാവും. അപ്പം വിളിച്ച് പറയുന്ന രീതി ഇങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, ഇവിടെ കുത്തിക്കൊല്ല നടക്കുന്നു, എന്താ
പശുവിന് എന്തോ ഇതാണ് കാലിച്ചന്തയാണ്, ഞാൻ വിചാരിക്കുന്നതാണ്, എനിക്ക് ഓർമ്മയില്ല. എന്ത് തന്നെയാണെന്നാലും ഞാൻ അവിടെ പാറാവരം എനിക്ക് ഓർമ്മയില്ല. ഞാനാണ്, വേറെ ആർക്കും അവരുടെ ഡ്രൈവിംഗ് അറിയില്ല. പോലീസ് ജീപ്പ് എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്കറ്റിൽ വന്നു. ഞാൻ ആ പ്രശ്നം സോൾവ് ചെയ്തു. ഞാൻ കേസൊന്നും എടുത്തില്ല. അവിടെ അത്രയേ ഉള്ളൂ. അവിടെ വന്ന് നമ്മൾ 2 ഒച്ചക്കെടുത്ത് പോലീസ് ജീപ്പ് വന്നപ്പോഴേക്കും തന്നെ അതൊക്കെ സോൾവ് ചെയ്യാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യലായിരുന്നു. നിങ്ങളോട് ആര് പറഞ്ഞ് ജീപ്പ് എടുക്കാമെന്നാണ് ചോദിച്ചത്. അവിടെ അത്രയും വലിയൊരു പ്രശ്നം ഞാൻ സോൾവ് ചെയ്തത് ഒരാളും കണ്ടില്ല. എന്നെ അങ്ങനെ വഴക്ക് പറയുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ജീപ്പ് തരാതിരിക്കാൻ വേണ്ടി, എനിക്ക് ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നന്നായിട്ട് പാടുപെട്ടത്. അതിൽ നിന്നൊക്കെ ഞാൻ കേരള പോലീസ് അക്കാദമിയുള്ള സമയത്ത് ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം പോലീസ് ജീപ്പ് തന്നെ ഓടിച്ചു. പിന്നെ ഞാൻ എൻ്റെ വനിതാ സ്റ്റേഷനിലുള്ള സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ PTKS ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. കാരണം എപ്പോഴും നമ്മളെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം പുറകിലുള്ളപ്പം എൻ്റെ പെൻഷൻ മുഴുവൻ നിന്ന് പോകും. അപ്പോൾ ഒരു ദിവസം എനിക്ക് PTKS ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഡ്രൈവറില്ല. അപ്പോൾ ആ സമയത്ത് PTKS വളരെ നിർബന്ധമാണ്. അപ്പം ഞാൻ എൻ്റെ പോലീസുകാരോട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ദൂരം പോയി. അപ്പോൾ എൻ്റെ കൂട്ടത്തെ കട്ടയ്ക്ക് നിന്നു. എനിക്ക് ഓർമ്മയില്ല, മിനി, കവിത എന്നൊക്കെ പറയാം. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന പോലീസുകാരികളാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ 10 PTKS പിടിച്ച് തിരിച്ചു വന്നു. അല്ലാണ്ട് ജീപ്പ് എടുക്കാൻ അറിയാനിട്ടല്ല, പക്ഷേ കാരണം ആ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് കിട്ടുന്ന പെൻഷനും കൂടി ചിലപ്പോൾ ഇല്ലാണ്ടാവുന്നതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ജീപ്പ് എടുക്കാറില്ലായിരുന്നു. എൻ്റെ കാരണം എന്താ വെച്ചാൽ പിന്നെ അന്ന് ഹൈക്കോടതിയിൽ ഇവരുടെ കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ 40 വർഷമായിട്ട് ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. അതായത് പെൺകുട്ടികളെ സ്ത്രീകളുടെ പോയിന്റ് കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ കോടതി പറഞ്ഞു 40 വർഷമായിട്ട് നിങ്ങൾ ഈ വിഡിത്താണ് ചെയ്തു വരുന്നതാണ്. പിന്നെ അതൊക്കെ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം എന്നൊക്കെ വളരെ ഇതായിട്ട് ജേഴ്സിയൊക്കെ ഇടുന്നു. അന്ന് പിന്നെ ട്രെയിനിങ് ടൈമിലൊക്കെ സാരി ഉടുത്തിട്ടും പിന്നെ അതുപോലെ ഷാള് ഇങ്ങനെ ഇട്ടിട്ട് മെസ്സിലേക്കൊക്കെ വരുമ്പോൾ ഷാൾ ഇങ്ങനെ കെട്ടി വെക്കണം. ഫ്രണ്ടൊക്കെ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ കെട്ടി വെക്കണം. ഡാൻസിന് പോകുന്ന പോലെയൊക്കെയായിരുന്നു. ഞാൻ ഒരു ഓഫീസറോട് ചോദിച്ചത് എന്താ സാർ ഇങ്ങനെ, എന്നെ ട്രെയിനീസുമായിട്ട് ടച്ച് ചെയ്യില്ലായിരുന്നു. എന്നെ ട്രെയിനീസിനായിട്ട് മിണ്ടാൻ പോലും അനുവദിക്കില്ലായിരുന്നു പോലീസ് അക്കാദമിയിൽ നിന്ന്. അപ്പം ഞാൻ ഒരു SP എനിക്കൊന്ന് ഷാഫി സാറാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതൊക്കെ നമ്മൾ പോയി പറഞ്ഞു തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞത് എന്ത് സാർ ഇങ്ങനെ പിന്നെ ഈ പെൺകുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഡാൻസിന് പോകുമ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അവർ ഫ്രീ ആയിട്ട് നടക്കല്ലേ സാർ? അതെന്താ പിന്നെ? ഞാൻ പറഞ്ഞു സാറൊന്ന് പോയി നോക്ക്. അപ്പോൾ പിന്നീട് അതൊക്കെ മാറ്റി. പിന്നെ ലോവറും ടീഷർട്ടും ആക്കി മെസ്സിലൊക്കെ. അല്ലെങ്കിൽ ചുരിദാറ് ഷാള് കെട്ടി പൂട്ടി ഒക്കെ വെക്കിട്ടിരുന്നു. പിന്നെ ലോവറും ടീഷർട്ടും ആക്കി. ഒരു മാന്യമായ വസ്ത്രം ധരിക്കാൻ വരെ ഭയങ്കര. പിന്നെ ട്രെയിനിങ് സമയത്താണെങ്കിലും വനിതാ പോലീസിൻ്റെ വിമൻ ട്രെയിനീസിന് ഞാൻ പറയും പിന്നെ ഹരിതകർമ്മ സേനയൊക്കെ ഇടുന്ന അതുപോലെ അവരത് മോശം എന്നുള്ളതൊന്നും മീനിങ് ഇല്ല. പക്ഷെ മെൻ പോലീസ് വളരെ ഗെറ്റപ്പായിട്ട് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടൊക്കെ ഇട്ട് ടെക്കും ചെയ്ത് കുട്ടപ്പന്മാരായിട്ട് വരുമ്പോൾ ഈ സ്ത്രീകൾ ഇങ്ങനെ ഒരു ചുരിദാറും അതിൻ്റെ മുകളിൽ ഈ ഹരിതകർമ്മ സേനേൻ്റെ പിന്നെ മറ്റൊരു കാക്കി വിട്ടിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ അന്ന് എൻ്റെ ഫ്രണ്ട് ശ്യാം സാറാണ്. ശ്യാം എന്ന് പറഞ്ഞാൽ OC ആണ്. ഞാൻ സാറിൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വേറെ ഒന്നും വേണ്ട സാറേ, എനിക്കൊന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി എഴുതി ഓഫീസിലേക്കൊക്കെ എഴുതി. അങ്ങനെയാണ് ഇത് ഏകീകരിച്ചത്. യൂണിഫോമൊക്കെ അവിടെ, അതായത് ട്രെയിനീസിൻ്റെ യൂണിഫോം. അല്ലാത്ത യൂണിഫോം ഏകീകരിക്കാനും നന്നായിട്ട് പാടുപെട്ടു. ട്രെയിനീസിൻ്റെ അല്ലാത്ത, അതായത് അതാണ് ഇപ്പോൾ എനിക്കിതിൽ പറഞ്ഞ മാറ്ററിലൊന്നും അതാണല്ലോ പോലീസിൻ്റെ യൂണിഫോം. വായിച്ചിട്ടില്ല അല്ലെ നിങ്ങളത്? അതിൽ പറയുന്നുണ്ട് പോലീസിൻ്റെ യൂണിഫോം ഞങ്ങൾക്ക് ടെക്കിൻ ചെയ്യാൻ പാടില്ലായിരുന്നു, അതായത് പിന്നെ ഔട്ട് സൈഡ് ചെയ്യാൻ. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ, ട്രെയിനിങ് സമയത്ത് നമുക്ക് ഇടുന്നത് യൂണിഫോം പിന്നെ ടെക്കിൻ ചെയ്തിട്ട് ട്രെയിനിങ്ങിന്, ആഫ്റ്റർ ട്രെയിനിങ് സാരി, പരേഡ് സമയത്ത് പുറത്തിട്ട് ഒരു എന്താ പറയുക, ഒരു തരത്തിൽ പിന്നെ നമുക്കൊരു ഉത്തരം കിട്ടണ്ടേ, എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം കിട്ടാതെ എന്തൊക്കെയോ വാരി വെച്ചിട്ട് പോകും പോലെ. ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും പിന്നെ ട്രെയിനിങ് എന്തിനാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത്? നമുക്ക് ഒരു തീഫിനെ ഓടിപ്പിടിക്കാൻ ഒക്കെയാണല്ലോ, അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ. ആ സമയത്ത് നമ്മൾ പാൻറ് ഷർട്ട് ഇട്ടാണ് പരിശീലനം. പിന്നെ സാരി ഉടുക്കുന്നു. എന്നാൽ പിന്നെ സാരിയിലല്ലേ പരിശീലിപ്പിക്കേണ്ടത്? ഓടുന്നത് എങ്ങനെയാണ്, പിടിക്കുന്നത് എങ്ങനെ, സാരിയിലല്ലേ പരിശീലിപ്പിക്കേണ്ടത്? ഇത് പരിശീലനം മുഴുവൻ പാൻറ് ഷർട്ടിലും, പരിശീലനം കഴിഞ്ഞിട്ട് സാരി. അങ്ങനെ ഒരു തരത്തിലും നമുക്ക് പിന്നെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള വേഷവിധാനം. അപ്പം ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് പിന്നെ അവർ പറഞ്ഞു സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ എന്നെ ഇൻസൈഡ് തിരിച്ചറിയിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അന്നൊക്കെ ഭയങ്കര ആർഗ്യുമെൻ്റ് നടന്ന കാര്യം. അപ്പം ഞാൻ ചോദിച്ചു
തിരിച്ചറിയിക്കലാണല്ലോ പ്രശ്നം. പുരുഷന്മാരെല്ലാം മീശ വെക്കണം, മീശയില്ലാത്തൊരു മീശ വരയ്ക്കണം, അങ്ങനെ വെച്ചാൽ പോരെ. അതിന് അതും ആ വീടിന് ഇതിനെ സ്ത്രീക്ക് തന്നെ എടുക്കാന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ പിന്നെ ഹൈക്കോടതിയിൽ ഞാനതിനെ വാദിച്ചു. അപ്പോൾ അന്ന് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഓർഡർ അനുസരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെമ്മോ തന്നു. അപ്പം ഞാൻ ആ മെമ്മോയ്ക്ക് റിപ്ലൈ ചെയ്ത് കൊടുത്തു, ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കാൻ വ്യക്തിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുത്തു. അതായത് അപ്പം ഇവർ പറഞ്ഞു DGP പറഞ്ഞതാണ് എങ്ങനെയാണ് എൻ്റെ അടുത്ത് DGP പറഞ്ഞതാണ് അങ്ങനെ പാൻറ് ഷർട്ട് മീൻസ് അടി. ഞാൻ പറഞ്ഞു നാളെ DGP പറയാണ് ഷെഡിയും റീസർ കിട്ടണമെന്ന് നമുക്ക് ഇടാൻ പറ്റുമോ? ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഓർഡറുകൾ മാത്രമേ നമ്മുടെയൊക്കെ അനുസരിക്കേണ്ടതുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അനുസരിക്കേണ്ട യാതൊരു ബാധ്യതയും ഒരാൾക്കും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കങ്ങൾ നിലനിന്നു. അത് നിലനിൽക്കെയാണ് മറ്റേ കണ്ണൂർ ഇഷ്യൂ ഉണ്ടാകുന്നതും എന്നെ ഡിസ്മിസ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഞാൻ തിരിച്ചു കയറി. പക്ഷേ ഇങ്ങനെയൊക്കെ നടപടികളും കാര്യങ്ങളൊക്കെ നേരിടുമ്പോഴേ അന്ന് ഐക്യദാർഢ്യ കൺവെൻഷനുകളും കാര്യങ്ങളും വലിയൊരു സപ്പോർട്ടും മീഡിയ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിലും അത് ഒട്ടും ജെന്യൂനല്ല, അത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ ഉള്ളത് ഒരു വക ബോധമുള്ള എല്ലാ മനുഷ്യർക്കും അറിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളായതുകൊണ്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ യാതൊരുവിധ വിവേചനവും ഉണ്ടാകുവാൻ പാടില്ലാതാവുന്നു. അങ്ങനെ ഓൾറെഡി പറയുന്നുണ്ടല്ലോ, കാണിക്കാൻ പാടില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള പിന്നെ ലിംഗത്തിൻ്റെ, അതായത് സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണല്ലോ നിങ്ങൾ ഇൻസൈഡ് ചെയ്യണമെന്ന് പറയുന്നതും നിങ്ങളുടെ പോയിന്റ് കൗണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതും ഒക്കെ തന്നെ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണല്ലോ. അപ്പോൾ അത് പിന്നെ ബോധമുള്ള ജനങ്ങൾ മുഴുവൻ അതിനെതിരെ എന്നോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് എന്നെ തിരിച്ചെടുക്കണം, അത് വിനയ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര്. അതിൽ മാധവിക്കുട്ടി എനിക്ക് ആ കാലത്ത് ഒരു 10,000 രൂപ തന്നു എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കേസ് നടത്താനോ 10,000 രൂപ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനവിടെ ഒപ്പ് ശേഖരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും തന്നെ എൻ്റെ അടുത്ത് ആരൊക്കെ പറഞ്ഞ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലേക്ക് വിനയ വരണം എന്നൊക്കെ എന്നോട് വിളിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ തോട്ടത്തിൻ്റെ അതിര് മാന്തി കേസിനൊന്നും അല്ലല്ലോ ഞാൻ പിന്നെ എന്നെ പിരിച്ചു വിട്ടത്, അതുകൊണ്ട് ഞാൻ അവിടേക്ക് സമരം ചെയ്യാൻ വരില്ല എന്ന്. അതൊരു കോമൺ പ്രശ്നമല്ലേ, ഇത് എൻ്റെ പ്രശ്നമല്ലല്ലോ. അപ്പം എൻ്റെ വീട്ടിലെ അതിര് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ച് കല്ലിപ്പുറത്തേക്ക് മാറ്റി വെച്ചു എന്നൊക്കെ പറയണത് അതൊരു പിന്നെ എൻ്റെ സ്വന്തം കാര്യം. ഇതങ്ങനെയല്ലോ, ഇത് എല്ലാവർക്കും ബാധിക്കുന്ന പ്രശ്നമാണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് പ്രസംഗിക്കണം എന്ന് പറഞ്ഞിടത്ത് ഒരു സ്ഥലത്തും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. ഇതൊരു പൊതു കാര്യമാണ്. അപ്പോൾ അത് പൊതുവായിട്ടുള്ള എല്ലാ സ്ത്രീകളെയും ബാധിക്കുന്ന കാര്യമാണ്. അതിന് എല്ലാ സ്ത്രീകളും ഇടപെടണം തന്നെയാണ് അന്ന് ഞാൻ പറഞ്ഞത്. ഒരുപാട് ചോദ്യങ്ങളുമായിട്ടൊരു ബുള്ളറ്റ് യാത്ര, അത് വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്ന് ആ കാലഘട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ആ ബുള്ളറ്റ് യാത്രേൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ മനുഷ്യനാണ് പൗരനുമാണെന്നാണ് അന്നത്തെ അതിൻ്റെ ക്യാപ്ഷൻ തന്നെ. അതായത് ഈ പിന്നെ ഭാഷകൾ സ്ത്രീകളെ വല്ലാതെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നതിൽ പിന്നെ ഞാൻ പറയുന്നത് നപുംസകാണെന്നാണ് ഞാൻ പറയാം. മനുഷ്യൻ അതായത് ഇപ്പോൾ പക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നപുംസകമാണ്, മൃഗം എന്ന് പറഞ്ഞാൽ നപുംസകമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നപുംസകമാണ്. പൂവൻ കോഴി അത് മെയിൽ ജെൻഡറാണ്, പെടക്കോഴി ഫീമെയിൽ ജെൻഡറാണ്, പശു ഫീമെയിൽ ജെൻഡറാണ്, മൂരി മെയിൽ ജെൻഡറാണ്. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് കോമൺ ജെൻഡറാണ് എന്നാണ് ഞാനതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ ഉയരങ്ങൾ കീഴടക്കി എന്ന് പറയുന്നത് തെറ്റാണ്. മനുഷ്യൻ സ്ത്രീ മനുഷ്യനാണ്, പൗരനുമാണ്. പൗരൻ എന്ന് പറയുന്ന അതും അതുപോലെ തന്നെ പൗരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ജെൻഡറായിട്ട് കാണണം എന്നൊക്കെയാണ് ആ റാലിയിൽ ഞാൻ ഉന്നയിച്ച വാദങ്ങൾ. കാരണം പൗരൻ ഇപ്പം നമ്മൾ മാതൃഭാഷ ഉള്ളൂ, പിതൃഭാഷയൊന്നുമില്ല. അപ്പം ചിലതൊക്കെ അങ്ങനെ കിടന്നോട്ടെ, കാരണം നമുക്ക് അസ്വസ്ഥതകളില്ലാത്ത രീതിയിൽ. അതുകൊണ്ടാണ് ഇത് പിന്നെ പൗരൻ എന്ന് പറയുന്നത്, ഇനി പൗര എന്ന് പറയുന്നത് നമുക്ക് ഓരോ പൗരനും എന്ന് തന്നെ പറഞ്ഞാലും തെറ്റില്ല. പൗരൻ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് കോമൺ ജെൻഡർ ആണെന്നാണ് അന്ന് ഞാൻ അതും ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് യാത്ര നടത്തിയത്. ആ യാത്ര എന്നെ തുടക്കം മുതൽ തന്നെ എന്നെ തടഞ്ഞു. അതായത് ഞാൻ വൈത്തിരി പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ ബുള്ളറ്റിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര തരുന്നത്. കൽപ്പറ്റ നാരായണനായിരുന്നു അന്ന് അന്ന് എൻ്റെ ഒരു പുസ്തക പ്രകാശനവും ഈ ബുള്ളറ്റ് റാലി ഉദ്ഘാടനവും ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. പക്ഷേ പിന്നെ ബുള്ളറ്റ് റാലിക്ക് ഗവൺമെൻറ് സാങ്ഷൻ തന്നില്ല. ഉമ്മൻചാണ്ടി സാറായിരുന്നു അന്ന് മുഖ്യമന്ത്രി. പിന്നെ ഹൈക്കോടതി അത് തടഞ്ഞു. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ വിചിത്രമായ വാദങ്ങൾ. പിന്നെ പോലീസിൻ്റെ പണി സ്ത്രീ ശാക്തീകരണമല്ല,
ലോ ആൻഡ് ഓർഡറാണ്. അതിനുശേഷം പോലീസിൻ്റെ പണി സ്ത്രീ ശാക്തീകരണമായിട്ട് ഇഷ്ടംപോലെ ഇന്നിപ്പോൾ നടക്കുന്നത്. ഇന്ന് മുഴുവൻ ഞാൻ ഇഷ്ടംപോലെ സ്ഥലത്ത് സ്ത്രീ ശാക്തീകരണം നടത്തിയ വ്യക്തിയാണ്. അന്ന് എന്നെ സ്ത്രീ ശാക്തീകരണമല്ല പോലീസിൻ്റെ പണിയെന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്നിട്ട് പിന്നെ എൻ്റെ കോടതി മുഴുവൻ ഇത് തടഞ്ഞ് അതായത് യാത്ര തടഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് പറ്റിയില്ല. അത് എനിക്ക് സാങ്ഷൻ തന്നില്ല. പിന്നെ ഹൈക്കോടതി ഇത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ലീവ് തന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ലീവ് തരാത്തതിന് എതിരായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു. ഹൈക്കോടതിയും എനിക്ക് പിന്നെ പെർമിഷൻ തന്നില്ല. പിന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പോയി കണ്ടു. ഉമ്മൻചാണ്ടി സാറിനെ പോയി കണ്ടപ്പോൾ സാർ അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷൻ തന്നില്ല. പിന്നെ ടൈമില്ലായിരുന്നു. മാർച്ച് 8-നായിരുന്നു നടത്തേണ്ടിയിരുന്നത്. ഹൈക്കോടതി പോയി. പിന്നെ ആ ടൈമേ കഴിഞ്ഞു. മാർച്ച് 8 കഴിഞ്ഞു, പിന്നെ 10 കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ വിമൻസ് ഡേയോടനുബന്ധിച്ച് നടത്തേണ്ട സാധനത്തിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ ഞാൻ ലീവ് ക്യാൻസലാക്കി ഞാൻ തിരിച്ചു വന്നു. പക്ഷേ അതിനുശേഷം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായി പോലീസ് ഇടപെട്ടു. ഞാനും ധാരാളം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഞാൻ തിരിച്ചു കയറിയതിന് ശേഷം ഞാൻ തൃശ്ശൂർ ജില്ലയിലുള്ള സമയത്ത് ധാരാളം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് പറ്റി. കാരണം അവിടെ വെച്ചിട്ടും ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം വനിതാ പോലീസ് സ്റ്റേഷനും വനിതാ സെല്ലിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വനിതാ സ്റ്റേഷനും വനിതാ സെല്ലും എല്ലാം ഒരുപോലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളാണ്. പരാതി തീർക്കുക എന്നുള്ളതല്ലാണ്ട് കൂടുതൽ പവർ നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു ധാർഷ്ട്യം ശരിക്ക് DYSPമാരും SP-മാരും വ്യാപകമായിട്ട് വനിതാ സ്റ്റേഷനിലെ SIനോട് പ്രയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വനിതാ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ആവശ്യമില്ല, അബോളിഷ് ചെയ്ത് പോണത്. വനിതാ സെല്ലുകൾ ആവശ്യമാണ്. കാരണം ഒരു യൂണിഫോം ഇല്ലാത്ത ധരിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ അടുത്തേക്ക് സാധാരണ, അതായത് എപ്പോഴെങ്കിലും ഒന്ന് വന്നൊന്ന് തളർന്നിരിക്കാനൊരിടം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ വരുന്ന സ്ഥലമാണ് വനിതാ സെല്ല്. അത് കാരണം യൂണിഫോം ഒന്നും ഇല്ല അവിടെ അവരിലൊരാളായിട്ട് മാറി വേണമെങ്കിൽ അവരെയും കൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോകാൻ താൻ വിഷമിക്കേണ്ടോ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സെക്യൂരിറ്റി വേറെ ഉണ്ടെന്ന് ഇഷ്ടംപോലെ അനുഭവം മനസ്സിലായി. വനിതാ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ക്രൈം എഗെയിൻസ്റ്റ് വിമൺ എല്ലാം ഇവർ സൂപ്പർവൈസ് ചെയ്യുകയും അവർ പോയി നോക്കുകയും അതെങ്ങനെയൊക്കെ എല്ലാ സ്റ്റേഷനുകളിലും വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. പക്ഷേ വനിതാ സ്റ്റേഷനിലെ SIനെ ഒരു സാധനം അറിയിക്കാറുമില്ല, തൊടിയിക്കാറുമില്ല. ഞാൻ ഇത്രയും 2 കൊല്ലം കോൺഫറൻസ് എന്നിട്ട് ഒരു ദിവസം പോലും വനിതാ സ്റ്റേഷന് വേണ്ടിയിട്ടോ വനിതാ സെല്ലിന് വേണ്ടിയിട്ടോ 5 മിനിറ്റ് സമയം എനിക്ക് ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു കാര്യമില്ലാതെ വെറുതെ പിന്നെ ലാപ്പും കുന്തൊക്കെയും കൂടെ ആയിട്ട് പോയിരിക്കുന്ന വെറും റബ്ബർ സ്റ്റാമ്പുകളാണ് വനിതാ SIയും അതായത് വനിതാ സെല്ലിലെ വനിതാ SIയും വനിതാ സ്റ്റേഷനിലെ SHOയും. ഒന്നും അവർ ചോദിക്കില്ല. അപ്പോൾ എനിക്കത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ യൂസ്ലെസ് ആയിട്ടിരിക്കാനുള്ളൊരു ഓഫീസറല്ല എന്നുള്ളത്. കാരണം എനിക്ക് എന്നെപ്പറ്റി നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. വനിതാ സെല്ലെന്നാണെങ്കിലും ഞാൻ എൻ്റെ കംപ്ലീറ്റ് ടൈം ഞാൻ ഫീൽഡിൽ ഉപയോഗിച്ചു. ഞാൻ സ്കൂളുകളിൽ പോയി സ്ത്രീകളുടെ അടുത്ത് പോയി അവരുമായിട്ട് സംസാരിച്ചു. സ്കൂളുകളിൽ വോളിബോൾ ടീമുകളും ഫുട്ബോൾ ടീമുകളും ഒക്കെ ഉണ്ടാക്കി, സ്ത്രീകളുടെ ടീമുകളുണ്ടാക്കി. അപ്പോൾ എൻ്റെ ഡ്രൈവറൊക്കെ മെന്നാണല്ലോ, ആ ഡ്രൈവേഴ്സ് പോലും ഒരു ധാർഷ്ട്യത്തോടിട്ട് ഞങ്ങൾ എന്താണ് ഇതിന് വെഹിക്കിൾ ഡയറി എഴുതുക എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് കയർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വിമൻ എംപവർമെൻ്റ് എന്ന് എഴുതിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഈ വോളിബോൾ ടീമുകളും ഫുട്ബോൾ ടീമുകളും ഒക്കെ ഉണ്ടാക്കി അവരെ കൊണ്ട് ഞാൻ മാച്ച് നടത്തിച്ചിട്ടുണ്ട് വനിതാ പോലീസുകാരെ കൊണ്ടൊക്കെ. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പോലീസുകാരികളിൽ നിന്ന് പോലും എനിക്ക് വേണ്ട സപ്പോർട്ടൊന്നും എനിക്ക് അന്ന് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അന്ന് ഈ വിമൻസ് ഡേയോടനുബന്ധിച്ച് ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് അതായത് സന്ദേശങ്ങളൊക്കെ എടുക്കുമല്ലോ, അങ്ങനെയൊക്കെ സന്ദേശമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലാണ് ഞാൻ ഈ വണ്ടിയും കൊണ്ട് പോണതും ഒക്കെ തന്നെ. എനിക്ക് അങ്ങനെ കാരണം എൻ്റെ കൊളീഗ്സ് മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ക്രൈംലെസ് സൊസൈറ്റി ത്രൂ പ്ലേ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രോജക്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കി. പക്ഷെ നമ്മുടെ DYSPമാർ പോലും അതൊന്നും മറിച്ച് നോക്കി പോലുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈംലെസ് സൊസൈറ്റി ത്രൂ പ്ലേ ഗ്രൗണ്ട്സ്. കാരണം പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നല്ലൊരു ശതമാനം ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് അക്കാലത്തൊക്കെ വളർന്നിരുന്നത്. അക്കാലത്ത് നല്ല നമ്മളപ്പോൾ പോയിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ വെറുതെയാണ് പട്രോളിങ്ങിന് പോകുന്നതെങ്കിലും ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ടാവും, മസ്റ്റായിട്ട് അതിൽ കള്ളുകൂടിയോ അല്ലെങ്കിൽ വേറെ എന്തായിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു അതായത് കളിക്കുന്നവരവിടെ കളിക്കും, അതിൻ്റെ മറവിൽ കളി കാണുന്നവരുടെ മറവിൽ ഇതൊക്കെ നടക്കും.
അപ്പം ഞാൻ വിചാരിച്ചു പെൺകുട്ടികളെ ഇവിടെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കളിപ്പിക്കുകയും ചെയ്തു. ഞാൻ വില്ലടത്തൊക്കെ പെൺകുട്ടികളെ കളിപ്പിച്ചു, 1 വർഷത്തോളം ഞാൻ കളിപ്പിച്ചു. അപ്പോൾ പെൺകുട്ടികൾ ഈ സമയബന്ധിതമല്ലാതെ വരും. കാരണം രാവിലെ അതും വേറെ വരുന്നുണ്ട്, ഈ കളിക്കളം ഞങ്ങളുടേതാണ്, അപ്പൂപ്പന്മാരുണ്ടാക്കിയതാണ്, ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റുമായിട്ടാണ് ആണുങ്ങൾ വരുന്നത്. അപ്പോൾ ഈറ്റയ്ക്ക് ഒരിക്കലും കളിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് ഇവർ കളിക്കാൻ വരും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ താവളത്തിന് ഭയങ്കരമായിട്ടുള്ള ഇളക്കം തട്ടി. നിങ്ങൾ ഇതിലൂടെ വേണേ എന്താ ഏട്ടാ ഇവിടെ എന്നൊക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങി, ഈ സൈഡിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ അതൊരു വലിയ, അപ്പോൾ ഞാനങ്ങനെ പ്രോജക്റ്റ് എഴുതിയെങ്കിലും ഒരാൾ പോലും, പൂങ്കൊല്ലിമേടുള്ള സമയത്താണ് ഞാനത് കൊടുത്തിരുന്നത്, പക്ഷേ കൺസിഡർ ചെയ്യപ്പെട്ടില്ല. പിന്നീട് ഐശ്വര്യ ഡോങ്ക്രയമ്മയുടെ സമയത്ത് ഞാനത് കൊടുക്കാതെ 2 ഡിവൈസ്മാരും അത് ത്രൂ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അവർ 2 പേരും അത് വാങ്ങിയില്ല, അതൊന്ന് മറിച്ച് നോക്കി പോലില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു സ്പേസും ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കൊന്നും അറിയില്ല, ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ധാർഷ്ട്യം. അതുപോലെ തന്നെ ഞാൻ ന്യൂ ഇയറിനൊക്കെ നമ്മളുടെ പ്രോഗ്രാമുകളിലൊക്കെ വനിതാ SIൻ്റെ അതായത് പിന്നെ എന്താ പറയുക, ചാർട്ട് ഉണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ ഡ്യൂട്ടി, എന്തൊക്കെ ഡ്യൂട്ടിയാണ്, ഇന്ന ദിവസം എത്ര സ്ഥലത്ത് റൂട്ട് മാപ്പ് തിരിച്ചുള്ള ഡ്യൂട്ടി, അതൊന്നും ആരും തന്നെ കൺസിഡർ ചെയ്യാറ് പോലുമില്ല. കാരണം നമുക്കിഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ, ആർക്ക് വേണമെങ്കിലും നമ്മുടെ മേളിൽ കുതിര കയറാം എന്നുള്ള മനോഭാവത്തിലാണ്. ഒരിക്കലും തന്നെ ഒരു ഡ്യൂട്ടിയിലും നമ്മൾ ഉൾപ്പെടുത്തില്ല. നമ്മൾ തന്നെ പോയിട്ട്, പിന്നെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ SHO ആണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്നെ ഭരിക്കാൻ ആർക്കും പറ്റില്ല. ബിക്കോസ് എനിക്ക് ഇൻഡിപെൻഡൻറ്റ് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ച് മൂവ് ചെയ്ത് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് ന്യൂ ഇയറിന് എൻ്റെ ജീപ്പ് തിരിച്ചു വിളിച്ചു. അപ്പം ഞാൻ SP മാഡത്തിനോട് പറഞ്ഞു, മാഡം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, എനിക്കറിയാം എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ എന്തൊരു അഗസ്ത്യകൂടം ട്രക്കിംഗ് ഉണ്ട് ആ ടൈമിലാണ്. അപ്പം ഞാൻ SP മാഡത്തിന് എഴുതി കൊടുത്തു, എനിക്ക് അഗസ്ത്യകൂടം ട്രക്കിങ്ങിന് ആ ടൈമിൽ എനിക്ക് പെർമിഷൻ കിട്ടി. അതായത് ഇതിൽ നമ്മളെ ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടണ്ടേ. അങ്ങനെ എനിക്ക് ആ പ്രാവശ്യം എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് ഇതിന് പോകണം. അപ്പം പറഞ്ഞു, നിങ്ങൾ SHO ആണ്, നിങ്ങളെങ്ങനെയാണ് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ലീവ് തന്നില്ല. ആ ലീവ് തരാത്തിടത്തുനിന്നാണ് എൻ്റെ ജീപ്പ് ഇവർ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ ഞാൻ സാറിന് മാഡത്തിനെ വിളിച്ച, മാഡം എനിക്ക് അങ്ങനെ എൻ്റെ ജീപ്പ് ഇങ്ങനെ തിരിച്ചു വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ, യു ക്യാൻ ഗോ ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഡ്യൂട്ടി ചെയ്തു. അപ്പം നമ്മളിങ്ങനെ ഓരോ സാധനവും തന്നെ, പിന്നെ പിങ്ക് പെട്രോൾ ഡ്യൂട്ടി, അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഒപ്പിടുന്ന ഉദ്യോഗസ്ഥ മാത്രമാണ് വനിതാ SI. അതായത് അവർ പിങ്ക് പെട്രോൾ ഡ്യൂട്ടിയൊക്കെ ഈ DYSPക്കാണ് നിയന്ത്രിക്കുക. അത് ശരിക്കും വനിതാ SIൻ്റെ കൺട്രോളിലുള്ളതാണ്. പക്ഷേ ആ കൺട്രോൾ ഒരിക്കലും നമുക്ക് തരില്ല, ഇവരങ്ങോട്ട് എടുക്കേണ്ടി. കാരണം DYSPമാർക്ക് ഭയങ്കര ഈഗോയാണ്. കാരണം 3 ഡിവിഷനാണ്. അതായത് ഇപ്പം 3 സബ് ഡിവിഷനായിരിക്കും. ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ ഉണ്ടായിരുന്നത് ചാലക്കുടി സബ് ഡിവിഷൻ, ഇരിങ്ങാലക്കുട സബ് ഡിവിഷൻ, കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ. അപ്പോൾ 3 ഈ 3 DYSPൻ്റെ പരിധിയും എൻ്റെ പരിധിയാണ്. അത് ഞാനവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് സഹിക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ അതിന് ഒരു തരത്തിൽ എന്നെ പ്രൊമോട്ട് ചെയ്യില്ല. അങ്ങനെയൊക്കെ നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്നെ എത്രമാത്രം ഒറ്റപ്പെടുത്തുക, എന്നെ എത്രമാത്രം അവഗണിക്കാവോ അതൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒന്നും നിന്ന് കൊടുത്തിട്ടില്ല ഞാൻ. അങ്ങനെയാണ് ഞാൻ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഞാൻ കയറി ചെന്ന് ഇഷ്ടംപോലെ ടീമുകൾ ഉണ്ടാക്കി, ഇഷ്ടംപോലെ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു, ക്ലാസ്സുകൾ ഉണ്ടാക്കി, ക്ലാസ്സുകൾ നടന്നു. ഞാൻ പറയാതെ തന്നെ ഞാൻ വെൽക്കം ചെയ്യപ്പെട്ടു. ഇഷ്ടംപോലെ അവരുടെ മൊമെൻ്റങ്ങൾ എനിക്ക് നൽകി. അവരുടെ എന്തൊക്കെയോ അവാർഡുകളൊക്കെ അവർ വെച്ചു ഓരോരോ പ്രദേശങ്ങളിൽ. ഞാനതൊക്കെ പോയി വാങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തഴഞ്ഞ് മാറ്റി നിർത്താൻ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ ചെയ്തത് വിമൻ എംപവർമെൻറ്റ് ഡ്യൂട്ടിയായിരുന്നു. അത് സർക്കാരിൻ്റെ സ്ട്രാറ്റജിയാണല്ലോ, നയമാണല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നത് സർക്കാരിൻ്റെ നയമാണ്. ഇവർ പറയുന്ന അതൊക്കെ വേറെയും കുറേ സംഭവമുണ്ട്. പോലീസിൽ ജീപ്പ് നിർത്തിയിടുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ ജീപ്പ് അങ്ങോട്ട് അഭിമുഖമായിട്ടാണ് നിർത്തുന്നത് പബ്ലിക്കിന്. അപ്പോൾ നമ്മൾക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കിയാൽ ആ ജീപ്പ് കണ്ടാൽ അറിയാം ഓഫീസർ അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ ജീപ്പിൻ്റെ ഫേസ് ഫ്രണ്ടിലേക്കാണെങ്കിൽ ഓഫീസർ അവിടെ ഉണ്ട്. ജീപ്പിൻ്റെ ഫേസ് സ്റ്റേഷൻ അഭിമുഖമാണെങ്കിൽ ഓഫീസർ അവിടെ ഇല്ല. അങ്ങനെ ആണ് അതിൻ്റെ രീതി. അപ്പം എൻ്റെ
ഡ്രൈവർമാർ അതിന് പോലും തയ്യാറായിരുന്നില്ല. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ സ്റ്റേഷൻ അഭിമുഖമായി തന്നെ നിർത്തിയിടാൻ ശ്രമിച്ചു. നമ്മളെ കൊണ്ട് നിർത്തുക എങ്ങനെയാണല്ലോ, അതിന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിക്കാൻ വലിയ ബുദ്ധിമുട്ട്, അങ്ങോട്ട് തിരിക്കാൻ, അങ്ങനെ വെറുതെ മുട്ടാൻ ഞങ്ങൾ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് ഇങ്ങനെ ഇടണം എന്ന് കമാൻഡ് ചെയ്യേണ്ടി വന്ന് അങ്ങനെ ഞാൻ ഇടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യിക്കേണ്ടി വന്നിട്ടുണ്ട് അവസാന നിമിഷത്തിൽ. നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടേ നമ്മൾ ചില നിർണായക വിധികൾ, അങ്ങനെ ചില കോടതികളുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ നേരിട്ട് നടത്തുകയും അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഞാൻ ഫയൽ ചെയ്ത 2 കേസുകൾ ലോ ജേണലിൽ വന്നിട്ടുണ്ട്. 2 കേസുകളാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതിൽ പിന്നെ ആദ്യത്തെ കേസ് വിധി വന്ന വർഷം ബേസിലല്ല, ഞാൻ ഫയൽ ചെയ്തതിൻ്റെ ബേസിൽ പറയാണ്. ഒന്ന് അപ്പപ്പാറ ചാരായ ഷാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1995 ഞാനും എൻ്റെ ഹസ്ബൻഡും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അത് പിന്നെ അതായത് ആകാത്ത കുട്ടികളെ ലോക്കപ്പിൽ അടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്നും ഒരിക്കലും ഞങ്ങളുടെ തെറ്റേ അല്ലായിരുന്നു, ഒരു സംശയവുമില്ല. കാരണം ലോക്കപ്പിൽ അടയ്ക്കാനൊന്നും അന്ന് ഞാനും കോൺസ്റ്റബിളാണ്, എൻ്റെ ഹസ്ബൻഡും കോൺസ്റ്റബിളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഡ്യൂട്ടിക്ക് ഇട്ടവരൊന്നും വന്നില്ല. പിന്നെ ഈ 16 വയസ്സുള്ള കുട്ടികളിൽ താഴെയുള്ള കുട്ടികളായിരുന്നു, 16ഓളം പേരുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഒന്നിച്ച് അവരെ ലോക്കപ്പിലിട്ടു എന്ന്, അതായത് അന്ന് അന്നത്തെ ജഡ്ജ് എനിക്ക് തോന്നുന്നു ഹേമ മേഡമായിരുന്നു. അപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം അവരെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്രയും പിന്നെ ആളുകളെയും കൊണ്ട്, ഇത്രയും പ്രതികളെയും കൊണ്ട് ഞാനും ഹസ്ബൻഡും മാത്രമാണ്, മറ്റേ പോലീസുകാർ മുഴുവൻ വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവരുടെ ചാരായ ഷാപ്പിൻ്റെ സമരമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ പോയി തിരിച്ച് വന്ന് പിന്നെ അമ്പലയിൽ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ ഇവരെ ആക്കി. അങ്ങനെ അവർ അതിനെ തുടർന്ന് വന്ന ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ അവരെ ഒന്നിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പിന്നെ അതിൻ്റെ ഇതായിട്ട് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഞങ്ങളുടെ കാശ് പിന്നെ 70,000 30,000 രൂപ പെർ ഹെഡായിട്ട് ഞങ്ങളിൽ നിന്നൊക്കെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കി. ആ മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത്. പിന്നെ തിരുനെല്ലി സ്റ്റേഷനിൽ വെച്ച് ഉണ്ടായ അനുഭവത്തെ തിരുനെല്ലി സ്റ്റേഷനിൽ ലോക്കപ്പിലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തിരുന്നത്. തിരുനെല്ലി സ്റ്റേഷനിൽ ഒരു ഇൻസിഡൻറ്റേ ഉണ്ടായിട്ടില്ല. പക്ഷേ തെറ്റായിട്ടുള്ള ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് പോലും തെറ്റായിട്ടുള്ള ഒരു ഇതിൻ്റെ മുകളിൽ ഞങ്ങളുടെ പേരിൽ നിന്ന് അന്ന് കാശൊക്കെ പിരിച്ചു ഇതാക്കി. പക്ഷെ ആ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പത്രം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ആ പത്രം ഞങ്ങളെ 2 പേരെയും പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. ഇപ്പം വനിതാ പോലീസിനും ഭർത്താവിനും വീട്ടിലിരിക്കാമെന്നായി ഈ മഹിളയുടെ പേക്കൂത്ത് കേൾക്കാത്ത ഓട്ടോറിക്ഷക്കാരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വല്ലാതെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ പത്രത്തിൽ വാർത്ത വന്നു. ഈ പത്രവാർത്തയ്ക്കെതിരെ ഞാൻ ഡിഫോമേഷൻ സൂട്ട് ഫയൽ ചെയ്തു. ആ ഡിഫോമേഷൻ സൂട്ട് അന്ന് 50,000 രൂപയ്ക്ക് എങ്ങനെയാണ് ഫയൽ ചെയ്തത്, അത് 70,000 രൂപ എനിക്ക് തരാൻ വെച്ചുകൊണ്ട് 2016 15 വിധിയെ പത്രം എനിക്ക് നഷ്ടപരിഹാരം തന്നു. അത് ലോ ജേണലിൽ വന്നിട്ടുണ്ടത്. പിന്നെ 2002 ഞങ്ങളുടെ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് ടെക്കൻ ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് ആർഗ്യൂ ചെയ്തു. അതും എനിക്ക് എൻ്റെ 3 ഇൻക്രിമെൻ്റ് കളഞ്ഞു. ആ 3 ഇൻക്രിമെൻറ്റും എനിക്ക് തിരിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വിധിയായി എൻ്റെ ആർഗ്യുമെൻ്റ് മുഴുവൻ അംഗീകരിച്ചു. അതും ലോ ജേണലിൽ വന്നിട്ടുണ്ട്. അത് 2 വിധിയാണ്. പിന്നെ വേറെ ഇത് 2 ലോ ജേണലിൽ വന്നു. പിന്നെ ഇതൊന്നും അല്ലാതെ 1999 ഞാൻ ഈ അപേക്ഷാ ഫോമുകളിൽ ജെൻഡർ ന്യൂട്രൽ ആക്കണമെന്ന് പറഞ്ഞിട്ടുകൊണ്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തു. അത് ഞാൻ തന്നെയാണ് വാദിച്ചത്. അതും എനിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു. അങ്ങനെയാണ് ഇപ്പോൾ അപേക്ഷക എന്നൊക്കെ തന്നെ വേണം, ഹർജിക്കാരൻ ഹർജിക്കാരി എന്നൊക്കെ തന്നെ വേണം എന്നുള്ള നിലയിലുള്ള വിധി വന്നു. ഇപ്പോഴും ഞാനിങ്ങനെ അതിൻ്റെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫാദർ ഈസ് ദ നാച്ചുറൽ ഗാർഡിയൻ ഓഫ് ആൻ ഇൻഫാൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാമിലിയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫൂളിഷ്നെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. എവിഡൻസ് ആക്ട് 112 ഞാൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ എന്ന് പറയുന്ന പ്രിസംഷനാണ്, അതായത് സാഹചര്യം കൊണ്ട് സത്യമാകാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. ആ സാധ്യതയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ ഞാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ വിനയ മാഡം നമ്മളോട് സംസാരിച്ചു. പക്ഷേ 7ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. എൻ്റെ കഥ എന്നുള്ളൊരു പുസ്തകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ എഴുത്തുകാരിയായ വിനയെക്കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാമോ? അതിൽ ആദ്യം ഞാൻ എഴുതിയ പുസ്തകം എൻ്റെ കഥ, അഥവാ ഒരു മലയാളി യുവതിയുടെ ജീവിതയാത്ര.
അത് എഴുതാനുള്ള സാഹചര്യം വെച്ചാൽ എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് എന്നെ അപ്പോൾ ആ സമയത്ത് വല്ലാതെ ഒരു പേപ്പർ ഡെത്താണല്ലോ ഈ പിരിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞത്. വല്ലാത്തൊരവസ്ഥയിൽ 11 വർഷം സർവീസുള്ളപ്പോഴാണ് എന്നെ പിരിച്ചുവിടുന്നത്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ്, എന്നോട് സ്നേഹമുള്ള കുറേ മനുഷ്യർ, അങ്ങനെ എനിക്ക് ജനജാഗൃതി എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു അച്ഛനുണ്ട്, അലൂഷ്യസ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പരിചയമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ടൈപ്പ് പഠിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ടൈപ്പിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ഒരു ടൈപ്പ് പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 10 ദിവസം ഇനി അവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നു ആലപ്പുഴയിൽ. ആ സമയത്താണ് എനിക്കൊരു ഫോണ് വരുന്നത്. ഞാൻ കറണ്ട് ബുക്സ് എന്നാണ്, തൃശ്ശൂർ കറണ്ടിൽ നിന്ന്. അത് ജോണി എന്ന് പറഞ്ഞിട്ടാളെന്നെ വിളിച്ച്, പിന്നെ അങ്ങനെ നിങ്ങൾ ഒരു ഓട്ടോബയോഗ്രഫി എഴുതണം ഈ സമയത്ത്. അപ്പോൾ എനിക്ക് ഒട്ടും രുചിച്ചൊന്നുമില്ല, അങ്ങനെ പറഞ്ഞതുപോലും എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ അവരോട് അന്ന് ചോദിച്ചത്, അങ്ങനെ എഴുതുന്നതുകൊണ്ട് എനിക്കെന്താ നേട്ടം ചോദിച്ചു. അപ്പോൾ അവരോട് നിങ്ങൾക്ക് കുറച്ച് പൈസ തരും. അങ്ങനെ പൈസ തരുവാണെങ്കിൽ എഴുതാം. അങ്ങനെ അവർ ഒരു 6000 രൂപയൊക്കെ എനിക്ക് തന്നു. പിന്നെ അതുമാത്രമല്ല, ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് എഴുതാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തമായിട്ട് എഴുതാൻ ഒരു സ്ഥലം, പിന്നെ കൈരളി ഗ്രാമം ഉണ്ടല്ലോ, തൃശ്ശൂർ കൈരളി ഗ്രാമം, എനിക്ക് റൂം ബുക്ക് ചെയ്തു. അങ്ങനെ അവർ ചെലവും തന്ന് ാണ് ഞാൻ ഈ എൻ്റെ കഥ അഥവാ ഒരു മലയാളി യുവതിയുടെ ജീവിതയാത്ര എന്നുള്ള ഈ പുസ്തകം എന്നെ പിരിച്ചുവിട്ട കാലത്താണ് എഴുതുന്നത്. അന്ന് പിന്നെ അമേരിക്കയിലെ ആ ടവർ പൊട്ടിയ സംഭവം ആ സമയത്താണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് നല്ല ഓർമ്മ അതാണ്. അപ്പം അവരെൻ്റെ അടുത്ത് പിന്നെ എഴുതാൻ പറഞ്ഞതും ഞാൻ എഴുതിയതും, പിന്നെ അന്ന് ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ പുസ്തകം ആ സമയത്ത്. പിന്നെ ഇത് പുസ്തകം പിന്നെ അപ്പോൾ എൻ്റെ സക്കറി സാറുമായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു, റൈറ്റർ സക്കറിയ. അപ്പോൾ സക്കറി സാർ തിരുവനന്തപുരത്തുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു. അതിന് മുമ്പ് തന്നെ എനിക്കൊരു ട്രാൻസ്ഫറൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ട്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് പോയിരുന്നു. അപ്പോൾ സക്കറി സാറ് ഞാനും ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പുസ്തകത്തിനെ പറ്റിയിട്ടും ഇതൊക്കെ തന്നെ. അപ്പം സാറിൻ്റെ ഒരു റെക്കമെൻഡേഷനിലാണ് ഈ പുസ്തകം എഴുതുന്നത്. ഞാൻ ജോണി സാറ് പറഞ്ഞ് അങ്ങനെ പേരിട്ടത് ശരിക്കും സക്കറി സാറ്. എൻ്റെ അടുത്ത് ഓരോ പേരൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സക്കറി സാറാണ് എൻ്റെ കഥ അഥവാ ഒരു മലയാളി യുവതിയുടെ ജീവിതയാത്ര എന്നുള്ള പേര് ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം 11 ദിവസം കൊണ്ട് 11 ദിവസം പ്ലസ് 4 15 ദിവസം കൊണ്ട് എഴുതിയൊരു പുസ്തകമാണത്. കാരണം ആ പുസ്തകം എഴുതാൻ പോയപ്പോൾ തന്നെ ഇവിടെ എന്നെ ഒറ്റയ്ക്കായി, കുട്ടികൾ മാത്രമല്ല പിരിച്ചുവിട്ടതാണ്. എന്തെന്നാ ഇങ്ങ് പോകുന്നൂടെ. എൻ്റെ അമ്മയാണ് കേട്ടോ, അതാണ് എൻ്റെ അമ്മ. തീർത്തിട്ട് തന്നെയാണ് പോകുന്നത് 14 ദിവസം. രണ്ടാമത് എഴുതിയ പുസ്തകമാണ് നീ പെണ്ണാണെന്നുള്ളത്, കവിതാ സമ്മാനം. അത് രണ്ടാമത് എഴുതിയത് എന്ന് പറയുന്നതിൽ ഒന്നും അർത്ഥമില്ല, കാരണം അതിന് മുമ്പ് തന്നെ കവിതകൾ ഇങ്ങനെ എഴുതാറുണ്ട്. കവിത ഒന്നും ഞാനതിന് പേര് കൊടുക്കുന്നില്ല. ഇനി ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇതാണോ കവിത എന്ന് ചോദിക്കണ്ട. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ആ ടൈമിൽ ഞാൻ എപ്പോഴും ഞാൻ ഓരോ സ്ഥലങ്ങളിൽ എന്നെ വിളിക്കാറുണ്ടായിരുന്നു വിമസ്റ്റായിട്ട്, പിന്നെ ക്ലാസ്സുകൾക്കാണേലും. അത് ഞാൻ എത്രയോ കാലം മുമ്പ് എൻ്റെ ഫ്രണ്ട് മറിയ, ഞാൻ ജോലി കിട്ടുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമായിരുന്നു മറിയേൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ എപ്പോഴും ക്ലാസ്, അപ്പോൾ ആ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എനിക്ക് ചൊല്ലി ആടാനുള്ളതാണ് കവിത. അപ്പോൾ ഈ പാട്ടിലൂടെയാണ് ഞാൻ എൻ്റെ ആശയങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തത്. അത് പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഇത്ര പവർഫുള്ളായിട്ടുള്ള ഒരു കവിതയൊന്നും ആരും എഴുതിയിട്ടില്ലെന്ന് വേണം ഞാൻ പറയും. കാരണം മറ്റുള്ള കവിതകൾ വായിക്കാത്തതുകൊണ്ട് അതും പറയാം. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഞാൻ ഓരോ സാധനം തന്നെ, ഇപ്പം നമ്മുടെ സൽപ്പീരിനെ പറ്റി, അതായത് ഒരു സ്ത്രീ എങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, അതൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇവരിങ്ങനെ ഭയങ്കര നല്ല കുട്ടിയായിട്ട്. അപ്പം ഞാൻ അതിനെന്താ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനിവാര്യം പപ്പും എല്ലും നമുക്ക് വേണ്ട, കോഴിക്ക് 2 അനിവാര്യം. വേണ്ടത് എടുത്താൽ മതിയെന്ന്. എനിക്ക് ഇങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ നന്നായിട്ട് നടക്കാനൊന്നും പറ്റൂല. കോഴിയിറച്ചി തിന്നുമ്പോൾ നമ്മളെല്ലാം തിന്നു. നമ്മൾ പപ്പ് ഒഴിവാക്കും, എല്ലാം ഒഴിവാക്കും, തല ഒഴിവാക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ കോഴിക്ക് നടക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക. എന്നിൽ നിന്ന് അത്രയ്ക്ക് ആൾക്കാർ പ്രതീക്ഷ. എനിക്ക് ആർക്ക് വേണ്ടിയിട്ടും ഒരു നല്ല വ്യക്തിയായിട്ട് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ നടക്കും. അത് ഞാൻ അന്നേ പ്രഖ്യാപിച്ചത്. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധനമായിട്ടാണ് ഞാൻ കവിതയൊക്കെ. വീടിനെ പറ്റി എഴുതിയത് എങ്ങനെയാണ്, മറ്റെങ്ങും പോകാനില്ലാത്തപ്പോൾ പോകാനുള്ളിടമാണ് എനിക്ക് വീട്. വേറെ എവിടെയും പോകാണ്ട് ഞാൻ അവിടേക്ക് പോകും. വേറെ എവിടെയും പോകാനില്ല, എന്നാൽ വീട്ടിൽ പോകാം. അതൊക്കെ അല്ലാണ്ട് വീട് കാണാൻ മെയിൻ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ട്
നശിപ്പിച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റി മുഴുവൻ നശിപ്പിച്ച് നമ്മളെ ഇല്ലാണ്ടാക്കുന്നൊരു. അപ്പോൾ ഞാൻ പറയും അങ്ങനെ. പിന്നെ വലിയ കവിതകളും ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് എപ്പോഴും ഇപ്പം ഞാൻ എൻ്റെ കളിക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ നല്ല പിന്നെ ഈ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പം ഇത് എത്രയോ കൊല്ലം 10-25 കൊല്ലം 25 അല്ല 30 കൊല്ലം മുമ്പൊക്കെ എഴുതിയ കവിതയാണ്. ഗാർഡിയൻ. അപ്പി കോരണ്ട, കുളിപ്പിക്കണ്ട, ഭക്ഷണം വാരി കൊടുത്തിടേണ്ട, അവകാശം സ്ഥാപിക്കാൻ ദിക്കിലല്ല, വീറോടെ മുദ്ര ചാർത്തിയിടുവാനേ ഇല്ലേ ഉടുപ്പൊട്ടുമെന്ന് നമ്മൾ ഓരോ ദിവസവും ചോദിക്കണം. ഇതൊക്കെ അത്രയോ കാലം മുമ്പ് എഴുതിയതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കവിതകളൊക്കെ എഴുതിയ പിന്നെ ഒരിതാണ് ഇത്. അതിൽ പിന്നെ അന്ന് ശബരിമലയിൽ പോകുന്നതിനെ പറ്റിയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതൊന്നും പിന്നെ ഇരുമുടി കെട്ടുമായി പടികേറി സ്വാമിയുടെ ബ്രഹ്മചര്യത്തെ ഇളക്കണം അതൊക്കെ പറഞ്ഞിട്ട് ഉള്ള സ്വപ്നം എന്ന് പറഞ്ഞ കവിതയിലെ അതൊക്കെ അത്രയോ 10-30 കൊല്ലം മുമ്പ് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ സ്ത്രീവിരുദ്ധ ചൊല്ലുകളെ പറ്റിയിട്ട് അതിന് എഗനസ്റ്റ് ആയിട്ട് ഞാൻ ഇതാക്കിയതാണ്. 2-3 പഴഞ്ച പുതുചൊല്ലുകളെ പറ്റിയിട്ട് പറഞ്ഞു. അതായത് സ്ത്രീവിരുദ്ധ ചൊല്ലുകൾ ഇഷ്ടം പോലെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളുടെ വിനയ മേഡം. അപ്പോൾ വിനയ ഫ്രീഡം ഫൗണ്ടേഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ വളരെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്.